പാട്ട് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്ന പാട്ട് ആ കർത്താവിൽപ്പെട്ട ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയായിരുന്ന പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാകാലം പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രത്യേക ലൈൻ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായ സ്തോത്രം. ഈ സന്ധ്യാകാലം ഒരു പാട്ട് പാടുവാനായിട്ട് കർത്താവ് ഒരിക്കൽ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പഴയ ഗാനമാണ് ഞാൻ പാടുന്നത്. ദൈവനാമ മഹത്വത്തിന് ആയിത്തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടിയനെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ കൂടുള്ള വാസം ഓർത്താലാവതുണ്ടോ എന്നാൽ വാഴ്ത്താൻ. യേശുവിൻ കൂടുള്ള വാസം ഓർത്താലാവതുണ്ടോ എന്നാൽ വാഴ്ത്താൻ. എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ. എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ. എനിക്കായി തൻ ചങ്കിലെ രക്തം മാറുവിലയായി കൊടുത്തന്നെ വാങ്ങി. എനിക്കായി തൻ ചങ്കിലെ രക്തം മാറുവിലയായി കൊടുത്തന്നെ വാങ്ങി. നിന്റെ ഇഷ്ടമെല്ലാം ചെയ്തു നിന്റെ പിമ്പെ വരുവാൻ കൃപയാരുക കരുണേശ. നിന്റെ ഇഷ്ടമെല്ലാം ചെയ്തു നിന്റെ പിമ്പെ വരുവാൻ കൃപയാരുക കരുണേശ. യേശുവിൻ കൂടുള്ള വാസം ഓർത്താലാവതുണ്ടോ എന്നാൽ വാഴ്ത്താൻ. എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ. എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ. ഓളങ്ങൾ അനവധിയുള്ള ഈ ഘോരമധ്യേ. ഓളങ്ങൾ അനവധി ഉള്ള ഈ ഘോരമധ്യേ. എന്നെ താഴ്ത്തി നിന്റെ കരത്തിൽ തന്നിടുന്നേ നാഥ. മഹിമയാൽ നിറയ്ക്കെന്നെ. എന്നെ താഴ്ത്തി നിന്റെ കരത്തിൽ തന്നിടുന്നേ നാഥ. മഹിമയാൽ നിറയ്ക്കെന്നെ. യേശുവിൻ കൂടുള്ള വാസം ഓർത്താലാവതുണ്ടോ എന്നാൽ വാഴ്ത്താൻ. എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ. എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ. കഷ്ടത പ്രയാസങ്ങൾ വരുമ്പോൾ നിന്റെ നാമമല്ലാതൊന്നുമില്ല. കഷ്ടത പ്രയാസങ്ങൾ വരുമ്പോൾ നിന്റെ നാമമല്ലാതൊന്നുമില്ല. ഈ ഭൂതലത്തിൽ
അടിയാർക്കാശ്രയമായി വരുവാൻ ലോകത്തെ ജയിച്ച മൽപ്രിയ ഈ ഭൂതലത്തിൽ അടിയാർക്കാശ്രയമായി വരുവാൻ ലോകത്തെ ജയിച്ച മൽപ്രിയ യേശുവിൻ കൂടുള്ള വാസം ഓർത്താലാവതുണ്ടോ എന്നാൽ വാഴ്ത്താൻ എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ കാണുമൊരു അവൻ മുഖം ഞാൻ എന്റെ അല്ലെല്ലാം വന്നു തീരും കാണുമൊരു അവൻ മുഖം ഞാൻ എന്റെ അല്ലെല്ലാം അന്നു തീരും പാടിടും ഞാനന്ന് ഹല്ലേലൂയ ഗീതം ചാരും ഞാനവൻ മാർവിൽ പാടിടും ഞാനന്ന് ഹല്ലേലൂയ ഗീതം ചാരും ഞാനവൻ മാർവിൽ യേശുവിൻ കൂടുള്ള വാസം ഓർത്താലാവതുണ്ടോ എന്നാൽ വാഴ്ത്താൻ യേശുവിൻ കൂടുള്ള വാസം ഓർത്താലാവതുണ്ടോ എന്നാൽ വാഴ്ത്താൻ എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ എന്റെ പാപശാപമെല്ലാം കാൽവരിയിൽ വഹിച്ചു സ്വതന്ത്രയാക്കി എന്നെ. Praise the Lord. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ ദൈവം സഹായിക്കുമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലുള്ള കർത്താവുമായിട്ടുള്ള നമ്മുടെ ജീവിതം ഹല്ലേലൂയ നമ്മുടെ വസിക്കുന്നു. നാം പാർക്കുന്ന ഭവനത്തിൽ നമ്മോടൊപ്പം പ്രിയേക ദൈവവും ദൂതന്മാരും എപ്പോഴും എത്ര സൗഭാഗ്യമാരൊരു ജീവിതമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ബന്ധനം അഴിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി തീർത്ത അവിടുത്തെ മഹാസ്നേഹം ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. അവിടുത്തെ ചങ്കിലെ മുഴുവൻ രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതിവിശുദ്ധനായ ദൈവം നമ്മളെ വിശുദ്ധരാക്കി തീർത്തുവല്ലോ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അശുദ്ധമായത് തുടരും. ഹല്ലേലൂയ. നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് ദാസി കൊടുക്കുന്ന മക്കളെ, ദാസിനെ ദാസിയും മക്കളെയും കൊച്ചുമക്കളെ എല്ലാം കർത്താവിന്റെ തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദോഷവും വരാതെ ഹോമ പരിപാലിപ്പാൻ ഹല്ലേലൂയ. മാത്രമേ എനിക്കൊരു വിഷയമാക്കി ദൈവം നിർത്തിയിരിക്കുന്നല്ലോ. നല്ല സ്വരവും ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാനും പ്രവർത്തിപ്പാനും ദൈവം കൊടുത്തിരിക്കുന്ന കൃപകൾക്കും അഭിഷേകത്തിനും ഒക്കെ നമുക്ക് നന്ദി കരയേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. സ്തോത്രം. തുടർമാരും ദൈവനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അന്ത്യകാല സംഭവങ്ങളെ അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട സത്യങ്ങൾ ഹല്ലേലൂയ. അതിന്റെ വചനത്തിന്റെ പൊരുൾ തിരിച്ച് നമുക്ക് ശരിക്ക് പഠിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ ദൈവഭക്തൻ പരിശുദ്ധാത്മ നിയോഗത്താൽ ഹല്ലേലൂയ വളരെ നിശ്ചയത്തോടും ഹല്ലേലൂയ നമ്മോട് സംസാരിക്കും. ദൈവശബ്ദമാണ് ഈ രാത്രികാലം നാം കേൾപ്പാൻ പോകുന്നത്. വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിക്കുന്ന സത്യത്തെ ആത്മാവിന് ചുരുക്കമായി പ്രാർത്ഥിക്കാൻ സ്തോത്രം പരിശുദ്ധ
ഈ സന്ധ്യാസമയം പ്രേരണ കുടുംബമായി കർത്താവെ അവിടുത്തെ പാതോടത്തോടെ നടത്തുവാൻ നിശ്ചയിച്ച ഒരിക്കൽ തന്നെ വലിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്താൻ കഴിഞ്ഞ നല്ലൊരു വാക്കാല ഹാലലിയ ആ കൃപയുടെ മറവ് ഞങ്ങൾ എല്ലാവരെയും കരം പിടിച്ച് വഴി നടത്തി അപ്പഴ നടത്തി എല്ലാ വിധങ്ങൾക്കും വഴികൾക്കും കർത്താവെ ഞങ്ങളെ സഹായിച്ച അവിടുത്തെ മഹാസ്നേഹത്തിനായി സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളൊക്കെയും കർത്താവെ പുറകോട്ട് നോക്കിയ ഞങ്ങളെ നടത്തി കർത്താവെ ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിന് ഹാലലിയ സ്തോത്രം. കർത്താവെ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹോവ എനിക്ക് ചെയ്ത സകലഭാഗങ്ങൾക്ക് ഞാൻ എന്ത് ഭാരം കൊടുക്കും? രക്ഷയുടെ വനവാത്രം എടുത്ത ഹോടെ നാം വിളിച്ച് ബേഷിപ്പാൻ സ്തോത്ര ദിവസങ്ങളെ കർത്താവെ ഞങ്ങളെ ഓരോ കുടുംബങ്ങളെ അവിടുന്ന് സഹായിച്ചയക്കുന്ന പട്ടണങ്ങളെ ദേശങ്ങളെ കർത്താവെ സഭകളുടെ നാമഹത്തിനു വേണ്ടി ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും കാര്യങ്ങൾ കുറവുള്ള കുട്ടികളോട് പ്രാവശ്യം ക്ഷമിക്കുന്നവേ കഴിയണമേ. സകലമേസ്കസിലെ നാമത്തെ ഞങ്ങൾ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കുന്നേ പൊന്നു പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. നാം വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ നമുക്കായിരിക്കാം. ഭയഭക്തിയോടും വചനത്തിൽ വിറയ്ക്കുന്നവരെ ദൈവം നാം വായിക്കുന്ന വിറയ്ക്കുന്നവരായി ഭയഭക്തിയോടെ യഹോവയെ അരുളിക്കണമേ. അടിയൻ കേൾക്കുന്ന പ്രാർത്ഥന നമുക്കായി എത്ര കേട്ടാലും കൊതിയും മതിയും തീരാത്ത ദൈവശബ്ദം ദൈവവചനം നമ്മളെ ജീവിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്ന ദീർഘായുസ് എല്ലാ വാഗ്ദത്ത അനുഗ്രഹങ്ങളും ഹല്ലേലൂയ ദൈവം നിവർത്തിച്ചു തരുന്നല്ലോ. വളരെ ഭയഭക്തിയോടെ പറഞ്ഞതിലൂടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. വചന സൂക്ഷിച്ചായ കർത്താവിന് വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ ഒക്കലമ്മ സിറ്റിയിൽ നിന്ന് ഹല്ലേലൂയ അതിനോട് സ്നേഹത്തോടും കൂടെ ഒക്കലമ്മ പ്രദറിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ എബ്രഹാം മത്തായി. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച കർത്താവെ, തുടർമാനമായുള്ള വചന പഠനത്തിൽ കൂടെ നമ്മെ അനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തിരുവചന ശുശ്രൂഷയിലേക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് സന്ധ്യയെങ്കിൽ അല്പസമയം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി, ദ ഇലക്ഷൻ ഓഫ് ഗാഡ് പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹം. അതിൽ പ്രധാനമായി ദൈവം യെരൂശലേമിനെ തിരഞ്ഞെടുത്തു, ഇനിയും തിരഞ്ഞെടുക്കും. ദൈവം യെരൂശലേമിനെ ഉപേക്ഷിച്ച കാര്യം, ഈ 3 കാര്യങ്ങൾ യെരൂശലേമിനോടുള്ള ബന്ധത്തിലും നമ്മുടെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടാണ് ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആയതിലേക്ക് കഴിഞ്ഞ ഏതാണ്ട് 1 മാസമായി നാം ചിന്തിച്ചു വരുന്ന സെക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. എന്നാൽ യഹോവയുടെ ദൂതൻ സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രൂദ്ധിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ചു പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളവുനൂല് പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരിച്ചെടുക്കുകയും ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ അധരത്തിൽ അവിടുത്തെ ആലോചന നൽകണമേ. ഒരുക്കമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. തിരുനാമം മഹത്വപ്പെടണമേ. സകല ദുഷ്ടശക്തികളെയും ഫൽസിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഈ വചനം കേൾക്കുന്ന അവിടുത്തെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ഓരോ ആവശ്യങ്ങളിലും പ്രാർത്ഥനകളിലും കൂടിയിരുന്ന് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ. മഹത്വം അങ്ങേക്ക്, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ
എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം വായിച്ചതായ വേദഭാഗത്തെ പ്രത്യേകമായി കാണുന്ന 2 കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന്, യെരൂശലേമിനോട് കോപിച്ചിരിക്കുന്ന യഹോവയാം ദൈവം 12ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നാം തുടർമാനമായി വായിക്കുമ്പോൾ അതിന്റെ 17ാം വാക്യം വരെ വായിക്കുമ്പോൾ യഹോവയുടെ കോപം മാറി കരുണയോടുകൂടെ യെരൂശലേമിനെ തിരഞ്ഞെടുക്കുന്നു. ദ ഇലക്ഷൻ ഓഫ് ജെറുസലേം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ യെരൂശലേമിന്റെ വിശാലത, ഈ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് 16ാം വാക്യത്തിൽ പറയുമ്പോൾ 17ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ യെരൂശലേമിനെ തിരഞ്ഞെടുക്കും എന്നാണ് പ്രത്യേകമായി കാണുന്നത്. അതിൽ ഒരു ഭാവി കാലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് shall yet be spread abroad, shall yet be comfort Zion, shall yet choose Jerusalem. സംഭവിക്കുവാനുള്ള ഭാവി കാര്യത്തിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം യെരൂശലേമിനെ തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് യെരൂശലേമിനോടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മളോടുള്ള ബന്ധത്തിലാണെങ്കിലും 2 കാര്യം നാം പ്രത്യേകമായി ഓർത്തിരിക്കണം. ഒന്ന്, ദൈവത്തിന്റെ ഭാഗത്ത് ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇവിടെ പ്രത്യേകം പറയുന്നു കരുണയോടെ, കൃപയോടെ എന്നൊക്കെയും നാം വായിച്ചുവല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്നും നാം ചെയ്യേണ്ട കാര്യങ്ങൾ. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് യെരൂശലേമിനോട് മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിക്കുമ്പോൾ ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് കാണാം, ചില കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കാണാം, അത് ചില ഗോത്രങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നത് കാണാം. ആ തിരഞ്ഞെടുപ്പിലൊക്കെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, ആ തിരഞ്ഞെടുപ്പിൽ എന്താണ് ദൈവത്തിന്റെ ഭാഗത്ത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇവയൊക്കെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഞാൻ ചില വേദഭാഗങ്ങൾ വായിക്കും, അല്ലെങ്കിൽ അറിയിക്കും. നമുക്കറിയാവുന്നതായതുകൊണ്ട് എടുത്തു വായിക്കുവാൻ സമയമുണ്ടായിരിക്കുകയില്ല. ആവർത്തന പുസ്തകം 4-ാം അധ്യായം വായിക്കുന്നതായ സന്ദർഭത്തിൽ 4-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം വാഗ്ദത്ത ദേശത്തെ യെരൂശലേമിനെ തിരഞ്ഞെടുത്തു, നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് കാണുവാൻ. അപ്പം പിതാക്കന്മാരോടുള്ള സ്നേഹം തലമുറകളുടെ മേൽ നിലനിൽക്കുമെന്നും അത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്ക് മാത്രമല്ല, അത് തലമുറയായി നിലനിൽക്കുന്നതാകുന്നു എന്നും പ്രത്യേകമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിനു സ്തോത്രം. അതിന്റെ 37-ാം, നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ പിതാക്കന്മാരെ സ്നേഹിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ പിതാക്കന്മാരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണോ തലമുറകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് വീണ്ടും ചിന്തിക്കാം. ആവർത്തന പുസ്തകത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കാണുവാൻ സാധിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് പല കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 8-ാം വാക്യം 7-ാം അധ്യായത്തിന്റെ, യഹോവ നിങ്ങളെ സ്നേഹിക്കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമവീടാവായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത്. 2 കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിലൂടെ കാണുവാൻ സാധിക്കുന്നു. പിതാക്കന്മാരെ സ്നേഹിക്കുന്നത് നാം മുമ്പ് കണ്ടു. പിതാക്കന്മാരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നു.
അപ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായി ദ മോട്ടിവേറ്റിംഗ് സ്പിരിറ്റ് ഓഫ് ഗാഡ്സ് ഇലക്ഷൻ ഈസ് ഹിസ് ഫാദംലെസ് ലവ്. അളവ് കൂടാതെയുള്ള ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹമാണ് നമ്മോടും നമ്മുടെ തലമുറകളോടുമുള്ള സ്നേഹമാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുവാൻ കാരണം. ഈ 7-ാം അധ്യായത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പിതാക്കന്മാരോട് ചെയ്ത സത്യം അഥവാ വാഗ്ദത്തം പാലിക്കേണ്ടതിനാണ് ദൈവം വീണ്ടെടുത്ത് തിരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ 2 കാര്യങ്ങൾ ഇവിടെ നാം കണ്ടു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആധിക്യം, അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തി. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളുടെ തിരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അനേക വേദവാക്യങ്ങൾ പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ചില വേദഭാഗങ്ങൾ മാത്രം നമ്മുടെ ഇസ്രയേലിന്റെ തിരഞ്ഞെടുപ്പാണ്. അതിനോടുള്ള ബന്ധത്തിൽ തൊട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പും ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ സഭ എന്നുള്ളതായ മർമ്മം നിലനിൽക്കുകയും അത് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിനു മുമ്പേ, ദൈവം ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ തിരുസഭ എന്ന മർമ്മം മറഞ്ഞിരുന്നു എന്ന് എഫേസ്യ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ മറഞ്ഞിരുന്ന ആ വലിയ മർമ്മത്തിലാണ് ജാതികളായ നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ദൂരസ്ഥരായിരുന്ന നമ്മെ തിരഞ്ഞെടുത്തു എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. ഇസ്രയേൽ പൗരത്വത്തോടെ ബന്ധമില്ലാത്തവരായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നവരായിരുന്നു. നമ്മുടെ ഉൾക്കാഴ്ചയില്ലാത്തവരായി കുരുട്ടുകണ്ണുകളാൽ ഉള്ള ജീവിതം നയിച്ചവരായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ അതിനകത്തെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറഞ്ഞിരിക്കുന്ന ഒരു മർമ്മം എന്താണ്? ദൈവത്തിന്റെ സ്നേഹമാണ്. For God so loved the world, he gave his only begotten son. ദൈവം അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ഒരു കാര്യം ഈ സന്ധ്യയെങ്കിൽ ഓർത്തിരിക്കണം. നമ്മുടെ ഏതോ മിടുക്കുകൊണ്ടോ ഏതോ പ്രതാപം കൊണ്ടോ ഏതോ കഴിവ് കൊണ്ടോ അറിവ് കൊണ്ടോ അല്ല, ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടും അവിടുത്തെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞതുകൊണ്ടും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ആ തിരഞ്ഞെടുപ്പ് ദൈവഹിതപ്രകാരമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ എഫേസ്യ ലേഖനം 1-ന്റെ 6 സ്നേഹത്തിൽ എന്ന് പ്രത്യേകം ഹല്ലേലൂയ, പഴയ നിയമത്തിൽ നാം സ്നേഹത്തിൽ എന്ന് വായിച്ചതുപോലെ നമ്മളെ തിരഞ്ഞെടുത്തത് പുതിയ നിയമസഭയെയും സ്നേഹത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും എഫേസ്യ ലേഖനത്തിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദ പർപ്പസ് ഓഫ് ഗോഡ്സ് ഇലക്ഷൻ. നാം ഒരു കാർ മേടിക്കുകയാകുന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. നാം ഒരു ഭവനം മേടിക്കുകയാണെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെ ജീവൻ നൽകി
ആഴത്തിൽ സ്നേഹിച്ച് നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാകുന്നുവെന്ന് എഫേസ്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. നാം അവന്റെ സന്നിധിയിൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. The very purpose of his election. എന്താണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം? നാം അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനെ. അത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ അല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നടപ്പിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ശൈലികളിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളിലും വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവത്തിന് തിരുഹിതപ്രകാരം ജീവിക്കേണ്ടതിനാണ് അവിടുത്തെ സ്നേഹത്തിന്റെ ആധിക്യത്താൽ കരുണാസമ്പന്നനായ ദൈവം അവിടുത്തെ കൃപയുടെ ബഹുത്വം കൊണ്ട് നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിന് മുമ്പായിരുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് തിരുഹിതപ്രകാരമായിരുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനായിരുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് സ്നേഹത്തിലായിരുന്നു. അതിന് നിയമങ്ങൾ ഒരു വ്യത്യാസമല്ല. നിയമങ്ങൾ എന്ന് ഞാനിവിടെ പറയുന്നത് പഴയ നിയമമോ പുതിയ നിയമമോ. പഴയ നിയമത്തിൽ നാം വായിച്ചു, പഴയ നിയമ ഇസ്രയേലിനെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും എന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റതിനുമായിട്ടാണ് തിരഞ്ഞെടുത്തത് എന്ന് ആവർത്തന പുസ്തകത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇതേ പദപ്രയോഗങ്ങളൊക്കെയാണ് പുതിയ നിയമത്തിലും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നാം അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിലാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത് നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ, നിങ്ങളുടെ പെരുപ്പം കൊണ്ടൊന്നുമല്ല, ഹല്ലേലൂയ, സ്നേഹിക്കൊണ്ടത്രേ, ഹല്ലേലൂയ എന്ന് പ്രത്യേകമായി കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ദയയും കൃപയും ഉണ്ട് എന്ന് 9-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ദൈവത്തിന്റെ ഭാഗത്ത്, ഞാൻ ഓർപ്പിച്ചുവല്ലോ, 2 ഭാഗമാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ കാണേണ്ടത്. ഒന്ന്, ദൈവത്തിന്റെ സൈഡിൽ നിന്ന് നാം ചിന്തിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം, തിരഞ്ഞെടുപ്പിന്റെ മോട്ടിവേഷൻ, ഇതെന്താണ് തിരഞ്ഞെടുപ്പ് തുടങ്ങിയത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ നാം ചിന്തിച്ചുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് പഴയ നിയമ ഇസ്രയേലിനോടുള്ള ബന്ധത്തിലും പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിലും അത് തന്നെയാണ്. പുതിയ നിയമ ഇസ്രയേൽ എന്നൊരു പദപ്രയോഗം തിരുവചനത്തിലില്ല. വാസ്തവത്തിൽ പുതിയ നിയമ സഭ എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്ക് അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാനായിട്ട് ഒക്കത്തില്ല. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം സഭ പുതിയ നിയമ ഇസ്രയേലാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് വളരെ ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണ്. തിരുവചന പ്രകാരവും ദൈവശാസ്ത്രപരമായിട്ടും നമുക്കങ്ങനെ പറയാനായിട്ട് ഒക്കത്തില്ല. നാം കർത്താവിനെ ഹല്ലേലൂയ ഇസ്രയേൽ മക്കളെയൊക്കെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നിറഞ്ഞിരുന്ന മർമ്മമായിരുന്നു തിരുസഭ എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രധാനമായി യെരുശലേമിനോടുള്ള ബന്ധത്തിൽ യെരുശലേമിന്റെ പൂർവകാല തിരഞ്ഞെടുപ്പ്, യെരുശലേമിന്റെ
റിജക്ഷൻ. ഇത്ര ആഴമായി സ്നേഹിച്ച ദൈവം ആഴത്തിൽ സ്നേഹിച്ച് വലിയൊരു ഉദ്ദേശത്തോടുകൂടെ സ്നേഹിച്ച ആ യെരുശലേമിനെ, സിയോനെ ഉപേക്ഷിക്കുവാനുള്ള കാരണം അതാണ് പ്രസന്റിൽ നാം ചിന്തിക്കേണ്ടത്. ഭാവിയിൽ തിരഞ്ഞെടുക്കും എന്ന് സെക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിൽ അതിന്റെ 17-ാം വാക്യത്തിൽ, 8-ാം അധ്യായത്തിൽ, ഇൻഫാക്ട് പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മുടെ ഭാഗത്തു നിന്നും തിരഞ്ഞെടുപ്പിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും പരമപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ്. യെരുശലേം എന്ന സ്ഥലത്തെ പറ്റി ആദ്യം നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 14-15 അധ്യായത്തിലെ ശാലേം രാജാവായ മൽക്കീസദേക്ക് എന്ന് പറഞ്ഞ അവിടെയാണ് ശാലേം, സമാധാനം. അത് യെരുശലേമിലെ രാജാവായത് രണ്ട് ഒപ്പീനിയൻസ് ഉണ്ട്. ആ ഭാഗത്ത് അല്ലല്ലോ നമ്മുടെ വിഷയം. അതുകൊണ്ട് എന്നാൽ 22-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ഏകജാതനായ മകനെ മോറിയ മലയിൽ കൊണ്ട് ഞാൻ കൽപ്പിച്ച സ്ഥലത്ത് ഹല്ലേലൂയ സ്തോത്രം കൊണ്ട് യാഗം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം പറയുന്നു, ഞാൻ കൽപ്പിച്ച സ്ഥലത്ത്. അപ്പം ദൈവം യെരുശലേമിനെ അബ്രഹാം അല്ല തിരഞ്ഞെടുത്തത്, ദൈവമാണ് തിരഞ്ഞെടുത്തത്. മോറിയ മലയാണ് യെരുശലേം, സിയോൻ എന്നൊക്കെയും പറയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഒത്തിരി തെളിവുകൾ അതിന് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവമാണ് ഒരു സ്ഥലത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ട് സ്വന്തം പുത്രനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന അബ്രഹാമും ഇസ്ഹാക്കും കൂടെയുള്ള യാത്രയൊക്കെ നമുക്കറിയാം. അവിടെ യാഗത്തിന് തൊട്ടു മുമ്പേ വിറകൊക്കെ അടുക്കി മകനെ അവിടെ യാഗത്തിന്റെ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വെച്ചെന്നൊക്കെയാ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവം അത് തടഞ്ഞിട്ട് മകന്റെ മേൽ കൈവെക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം 12-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നും അപ്പോൾ ഈ വലിയ യെരുശലേമിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഭാഗത്ത് നിന്നും വേണ്ടിയ ഒന്നാമത്തെ കാര്യം ഇവിടെ ഭയപ്പെടുന്നു. ദൈവ ഭയം ഒരു വ്യക്തിയിൽ നിന്ന് പോയാൽ പാപത്തിലേക്ക് വീഴും. അബ്രഹാം പറയുന്നുണ്ട്, ഇവിടെ ദൈവഭയമില്ല എന്ന് ഞാൻ അറിഞ്ഞു. ഹല്ലേലൂയ. സോദോം ഗൊമോറയെ പറ്റി പറയുന്നത് ദൈവഭയമില്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന അധർമ്മവും പാപവും സകല മ്ലേച്ഛതയുടെയും കാരണം ദൈവഭയം മാനവജാതിയുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി എന്നുള്ളതാണ്. ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പോലും, അത് നേതൃസ്ഥാനത്താണെങ്കിലും എവിടെയാണെങ്കിലും, ദൈവഭയം ഇല്ലാതായി പോയാൽ മനുഷ്യർ പാപം ചെയ്യുന്നു, മനുഷ്യർ മ്ലേച്ഛത ചെയ്യുന്നു. ഏത് ഹീനതയും പ്രവർത്തിപ്പാൻ അവർക്ക് മടിയില്ല. ഏതെങ്കിലും വ്യക്തികൾ ഹീനത പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ കരുതിക്കൂ, ആ വ്യക്തിയിൽ ദൈവഭയമില്ല എന്ന് ചിന്തിച്ചു കൊള്ളണം. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവത്തെ ഭയപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ അനുസരിക്കാൻ ഒക്കത്തുള്ളൂ. ഒന്നാമതായി ദൈവത്തെ ഭയപ്പെടണം. രണ്ടാമതായി ദൈവത്തെ അനുസരിക്കണം. മൂന്നാമതായി ദൈവം ആരെന്ന് ഗ്രഹിക്കണം. വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ കൊണ്ട് ഈവൻ ഇസ്ഹാക്കിന്റെ ജനനത്തിൽ കൊണ്ട് തന്നെ മനസ്സിലാക്കി. അപ്പൊ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നാം ദൈവത്തെ ഭയപ്പെട്ടിരിക്കണം. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവത്തെ അനുസരിച്ചിരിക്കണം. ഹല്ലേലൂയ. മോറിയ വരെ പോകാൻ ഒക്കത്തില്ല.
ഇവിടെ അടുത്തൊരു മലയിൽ ഞാൻ അങ്ങ് യാഗം കഴിച്ചേക്കാമെന്ന് അബ്രഹാം പറഞ്ഞില്ല. ഈ ബാലിനെ കൊണ്ട് 3 ദിവസം നടന്ന് അങ്ങ് വരെ എന്തിനാ പോകുന്നത് എന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചപ്പോൾ അബ്രഹാം ചിന്തിച്ചില്ല. ചോദ്യം ചെയ്യാതെ തനിക്കുള്ള സകലത്തിലും അപ്പുറമായി ദൈവത്തെ സ്നേഹിച്ചു, ഭയപ്പെട്ടു. ഇത് നാം മറന്നു പോകരുതേ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടണം, ദൈവം ആരെന്ന് ഗ്രഹിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 14-ാം വാക്യം, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. ഈ പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷനാകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് ദൈവം പ്രത്യക്ഷനാകും. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, സ്ഥലത്തു മാത്രമല്ല വ്യക്തിയിലും ദൈവം പ്രത്യക്ഷമാകും. ദൈവം ചില വ്യക്തികളെ പ്രത്യേകമായി തിരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുപ്പിൽ ദൈവ പ്രത്യക്ഷത ആ വ്യക്തിയിൽ കാണാം. അത് പ്രാർത്ഥനയിൽ കാണാം, അത് പ്രവൃത്തിയിൽ കാണാം. നമുക്കറിയാം, ദൈവം ജോസഫിനെ തിരഞ്ഞെടുത്തു. ദൈവം ജോസഫ് പോയിടത്തൊക്കെയും ദൈവം അവനെ വിടുവിച്ചു, അനുഗ്രഹിച്ചു. ദൈവം ദാനിയേലിനെ തിരഞ്ഞെടുത്തു. ദൈവം ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ഇത്ര നല്ല സ്ഥലമാണ്. പെട്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ദാവീദെ പാപം ചെയ്തു. ഹല്ലേലൂയ ജനത്തെ എണ്ണി ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാതെ. അപ്പോൾ ദൈവം ബാധ അയച്ചു. 70,000 പേർ പട്ടുപോയി. ഹല്ലേലൂയ യെരുശലേമിലേക്ക് ഓർന്നാൻ കളവെന്നൊക്കെ പറയുന്നത് എക്സാക്ട് മോറിയ മലയാണ്. അതാണ് യെരുശലേം. ഹല്ലേലൂയ ആ യെരുശലേമിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ബാധ വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം വാൾ ഉറയിൽ ഇടുവാൻ ദൂതനോട് പറയുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കാര്യം എന്താ? ഹല്ലേലൂയ ദാവീദിന്റെ വലിയ 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 പെൺ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ അനുസരിച്ചിട്ട് ആ സ്ഥലത്ത് യാഗം കഴിച്ചത് ദൈവം ഓർത്തു. ഹല്ലേലൂയ പിൻതലമുറ ചെയ്ത ഒരു പാപത്തെ ദൈവം ക്ഷമിച്ചു. ദൈവം അവിടെ വിടുതൽ കൽപ്പിച്ചു. ഓർന്നാന്റെ കളം ദാവീദെ വാങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അവിടെ യാഗം കഴിച്ചു. അവിടെയാണ് പിന്നീട് ആലയം പണിതത്. ദൈവം തിരഞ്ഞെടുത്ത യെരുശലേം ദേവാലയം അവിടെയാണ് പിന്നീട് ദാവീദ് എന്റെ മകൻ ശലോമോൻ പണിതത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുന്നുവെങ്കിൽ അത് നമ്മളിൽ മാത്രമല്ല നമ്മുടെ തലമുറയിലേക്ക് ഒഴുകി വരികയും അവർ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റു ചെയ്യുമ്പോൾ നമ്മളെ ഓർത്ത് ദൈവം ക്ഷമിക്കും. ദാവീദിനെ ഓർത്തു ക്ഷമിച്ചെന്നൊക്കെ തിരുവചനത്തിൽ കാണുന്നത് പോലെ കാണാൻ സാധിക്കും. എന്നാൽ ഈ പ്രസന്റ് സിറ്റുവേഷനിലേക്ക് 80 സങ്കീർത്തനം, ഇസയ്യാ പ്രവചനം ഒക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്ന ഇത്രയ്ക്ക് ഇത്രയ്ക്ക് തിരഞ്ഞെടുത്ത് ഇത്രയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഈ പ്രത്യേക യെരുശലേം എന്ന സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന ഈ സ്ഥലത്തെ ദൈവം ഉപേക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. 80-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ ഇതിന്റെ വേലിയെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി എന്ന് പറയുന്നത് ജാതികളെ പറ്റിയാണ്. ഇത് മാന്തി കളയുന്നത് എന്ത്? ഇത്രയ്ക്ക് വലിയ സ്നേഹിച്ച സ്ഥലത്ത്, ദൈവം ഇറങ്ങി വന്ന സ്ഥലത്ത്, യഹോവ ഇരേ എന്ന് മറുപേരിട്ട സ്ഥലത്ത്, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ദൈവം എന്തുകൊണ്ട് ഈ പട്ടണത്തെ വെറുത്തു? ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാവുന്ന ഒരു വാക്യം ഞാനിവിടെ വായിക്കാം. ഇസയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 20-ാം വാക്യം. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായി തീരും, യഹോവയുടെ വായ് അരുളി ചെയ്യുന്നു. 21-ാം വാക്യം. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നത് എങ്ങനെ?
അതിൽ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴോ കൊലപാതകന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ താഴോട്ട് വായിക്കണം. സോദോം ഗൊമോറ പോലെ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം, ഹല്ലേലൂയ, പാപം കൊണ്ട്, കുലപാതകം കൊണ്ട്, വിഗ്രഹസേവ കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ അവിശ്വസ്തമായ ഒരവസ്ഥയിലേക്ക് മാറിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഈ യെശയ്യാ പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ, ഹല്ലേലൂയ, സ്തോത്രം, 4-ാം അധ്യായത്തിലെ പറയുന്നുണ്ട്, 5-ലൊക്കെ പറയുന്നുണ്ട്, യഹോവയുടെ തേജസ്സുള്ള കണ്ണിനെ വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കയാൽ യെരൂശലേം ഇടിഞ്ഞു പോകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ യാഗങ്ങളൊക്കെ എനിക്ക് വെറുപ്പാണ്. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമാണ്, എന്നാൽ ദൈവം ഇപ്പോൾ അതിനെ ഉപേക്ഷിക്കുന്നു. ചുറ്റുമുള്ള വേലിയെല്ലാം പൊളിച്ചു കഴിഞ്ഞ് ഇതിനെ ഉപേക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. നാം മറന്നു പോകരുത്, നാം നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കണം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. നാം ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, പ്രാർത്ഥനയാലും ഉപവാസത്തിലും, ഹല്ലേലൂയ, സ്തോത്രം, ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിപ്പീനെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ ഒരു വിശുദ്ധ ജീവിതം ചെയ്ത് കറയും ചുളുക്കവും ഇല്ലാത്തവരായി നിന്നെങ്കിൽ മാത്രമേ തിരുസഭയുടെ ഉൽപ്രാപണത്തിൽ എടുക്കപ്പെടുകയുള്ളൂ. നാം ചതിക്കപ്പെട്ടു പോകരുത്. ദൈവം സ്നേഹത്താൽ തിരഞ്ഞെടുത്തത്, ദൈവം വാഗ്ദത്തങ്ങൾ കൊണ്ട് തിരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന് തിരഞ്ഞെടുത്തത് ദൈവം ഇപ്പോൾ ഉപേക്ഷിക്കുകയാണ്. എന്നാൽ നാം വായിച്ച വേദഭാഗത്തേക്ക് വീണ്ടും കടന്നു വരാം. എന്റെ മുമ്പിലുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും എന്റെ മുമ്പിലുള്ള സമയം, ഹല്ലേലൂയ, ഇല്ലാത്തത് കൊണ്ടും, അത് മാത്രമല്ല, നിങ്ങൾ ദൈവവചനത്തിൽ പരിജ്ഞാനമുള്ളവരാകയാലും ഇനിയും ദൈവം ഉപേക്ഷിച്ച യെരൂശലേമിനെ തിരഞ്ഞെടുക്കും. ജാതികൾ യെരൂശലേമിനെ ചവിട്ടുമെന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ ജാതികളുടെ കാലമായി മാറി. ഹല്ലേലൂയ, യെരൂശലേം ജാതികൾ പിടിച്ചെടുത്തു. ഇപ്പോൾ യഹൂദൻ അവിടെ കടന്നു വരുവാൻ സാധ്യമായെങ്കിൽ തന്നെയും അവിടെ മോസ്കുകളും ജാതികൾ, അത് എതിർക്രിസ്തുവിന്റെ കാലത്തിന്റെ അവസാനം വരെ ജാതികളുടെ കൈക്കീഴിലായിരിക്കും യെരൂശലേം. കാരണം അവർ യഹോവയെ ഉപേക്ഷിച്ചു എന്നുള്ളത്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ നാം ഉപേക്ഷിക്കരുത്. എന്നാൽ ഇനിയും ഭാവിയിൽ പറയുന്നത് കേൾക്കുക. 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞു, അതിൽ ആലയം ഇനിയും പണിയും, അളവുന്നോൽ പിടിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നാം അതിന്റെ 17-ാം വാക്യത്തിൽ ഞാൻ യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഒരു ഭാവി തിരഞ്ഞെടുപ്പ് യെരൂശലേമിനോടുള്ള ബന്ധത്തിലുണ്ട്. അതനേകം ലോകത്തിലെ എല്ലാ ജാതികളും കൂടെ വന്നിട്ട് യഹൂദനെതിരായി വന്നാലും ദൈവം ഭാവിയിൽ യെരൂശലേമിനെ തിരഞ്ഞെടുക്കും. അവിടെ കർത്താവ് വസിക്കും. അത് നീതിഭുജം എന്ന പേരാകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 8-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ വായിക്കുവാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ. ഹല്ലേലൂയ. സെക്കറിയാ പ്രവചനം 8-ാം അധ്യായം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. ഭാവിയിൽ നടക്കുവാൻ പോകുന്നതാണ്. യെരൂശലേമിനെ സത്യനഗരം. നാം മുമ്പേ യെശയ്യാ പ്രവചനത്തിൽ കേട്ടത് എങ്ങനെയാണ്? അത് വേശ്യാലയമായി മാറി, അത് കൊള്ളക്കാരുടെയും കുലപാതകന്മാരുടെയും സ്ഥലമാകയാൽ ദൈവം ആ സ്ഥലത്തെ, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്തെ വെറുത്തു. ഹല്ലേലൂയ. എന്നാൽ കഷ്ടത ചീച്ചുള്ളയിൽ കൂടെ ദൈവം യെരൂശലേമിനെയും യഹൂദന്മാരെയും ശുദ്ധീകരിച്ചിട്ട്, ഹല്ലേലൂയ, അവർ മാനസാന്തരപ്പെടുമ്പോൾ കർത്താവ് മടങ്ങി വന്ന്
യെരുശലേമിനെ തിരഞ്ഞെടുക്കും, അതിന്റെ മധ്യേ വസിക്കും. അന്ന് വേശ്യാനഗരം എന്നല്ല ഇതിന് പേര് പറയുന്നേ, യെരുശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതം എന്നും പേരാകും. നോക്കുക, 4-ാം വാക്യത്തിൽ വൃദ്ധന്മാരും വാർദ്ധക്യം ചെന്നവരും അവിടെ ഉണ്ടായിരിക്കും. അത് ലോങ് ലൈഫാണ് പറയുന്നത്. 5-ാം വാക്യത്തിൽ കുട്ടികളും ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒക്കെ അവിടെ പാർക്കും. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യ ജീവിതത്തിന് അതിശയമായി തോന്നുമോ എന്ന് ഇപ്പൊ നമുക്ക് കേട്ടാലും തോന്നും, ഇതെങ്ങനെ ഈ കാര്യമൊക്കെ നടക്കുന്നത് എന്ന് മാനുഷികമായ ചിന്തയിൽ തോന്നിപ്പോകും. എന്നാൽ ഭാവിയിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എസ്കറ്റോളജിയിൽ നാം മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, യെരുശലേമിനെ ദൈവം വീണ്ടും തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. സെക്കറിയാ പ്രവചനം 2-ാം അധ്യായത്തിൽ അതിനെ അതിരുകൾ ഇല്ലാത്ത ഒരവസ്ഥ, ബിയോണ്ട് ബൗണ്ടറി ആയിട്ട് വരും എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് അതിന്റെ മധ്യത്തിൽ വസിക്കും. സെക്കറിയാ പ്രവചനം 8-ാം അധ്യായം 2-ാം അധ്യായത്തിലൊക്കെ അനേക ജാതികളും അതിന്റെ മധ്യത്തിലേക്ക് ഓടി വരും. ഹല്ലേലൂയ. യെരുശലേമിൽ സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. സമാധാനം കൊണ്ട് നിറയും. അങ്ങനെ അനേക കാര്യങ്ങൾ. പിന്നെ ഹല്ലേലൂയ, സ്തോത്രം, സാത്താൻ മനുഷ്യനെ തകർത്ത് ഹല്ലേലൂയ ഈ കാണുന്ന സകല മ്ലേച്ഛതകളും പാപങ്ങളും എല്ലാം ആദാമ്യ കാലം മുതൽ ഭൂമിയിൽ കൊണ്ടുവന്ന ഈ സാത്താനെ ബന്ധിച്ച് അഗാധ കൂപത്തിലേക്ക് ഇടുന്നത് ഇവിടെ വെച്ചാ. ഹല്ലേലൂയ. സെക്കറിയാ പ്രവചനം 14-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. മറന്നു കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മടങ്ങി വരാനുള്ള സമയമാണ്. ഇതാ കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ, ദേശത്ത് ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ വെളിപ്പെട്ടു വരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്ര വലിയ സ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്ത് നമ്മെ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത കർത്താവിനെ 1000 സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് സന്ധ്യയിങ്കിലെ വചന ശുശ്രൂഷയിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രികാല ഐശ്വര്യമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ. വചനത്തിന്റെ വലിയ വിലപ്പെട്ട വാതിൽ നമ്മുടെ ഭക്തിന് ദൈവം തുറന്നു കൊടുത്തു. നമ്മളെ കേൾപ്പിച്ചതായിട്ടുള്ള ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. മക്കളെ കേട്ടാലും കൊതിയും മതിയും തീരാത്ത ദൈവത്തിന്റെ വചനം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. നമ്മളെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും ആക്കി വെച്ചിരിക്കുന്നു. നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, ഹല്ലേലൂയ, ദൈവ വഴിയിൽ നടക്കേണ്ടതിന്, ദൈവത്തെ അനുസരിക്കേണ്ടതിന്, ഹല്ലേലൂയ, നന്മ ചെയ്യേണ്ടതിന്, ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടതിന്, ഹല്ലേലൂയ, ഇരുട്ടിലിരിക്കുന്ന ജനത്തെ വെളിച്ചത്താക്കേണ്ടതിന്, ഹല്ലേലൂയ, നിന്റെ ദൈവം വരുന്നുവെന്ന് വിളിച്ചു പറയേണ്ടതിന്, ഹല്ലേലൂയ, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയേണ്ട എത്രമാത്രം വിഷയങ്ങളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനോടുള്ള വിഷയത്തിൽ ദൈവവചനത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വെറുതെ നമ്മളെ തിരഞ്ഞെടുത്തതല്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരെ സ്നേഹിച്ച മഹാസ്നേഹം തലമുറകളായി ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടെ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ആ സ്നേഹം എത്ര വലുതാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വ്യക്തികളായി കുടുംബങ്ങളായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മിൽ ഫലം നിറഞ്ഞു നിൽക്കേണ്ടതിന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വചനം നാം വായിക്കുന്ന ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, ദൈവം തന്നെ സത്യ ദൈവം ഇത് നീ അറിയണം. ഹല്ലേലൂയ. ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കില്ല. ഹല്ലേലൂയ. ആത്മീയം ഭൗതികമായി ഉയർച്ചമായിരിക്കുന്ന ദൈവം ദേശത്ത് അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹ സമ്പത്തും നൽകുന്ന ദൈവം. എന്നാൽ അതിലൊന്നും മനസ്സ് വെക്കാൻ ദൈവത്തിൽ പൂർണ്ണമായി മനസ്സ് വെച്ചുകൊണ്ട്
നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നിശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച് നടന്നാൽ ഹാലേലൂയ. ഓ സ്തോത്രം. ബാലല്ല, നീ തലയാക്കി മാറ്റും ദൈവം. ഉയർച്ച തന്നെ താഴ്ച പ്രാപിക്കയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരാജയപ്പെടുന്ന നാമമല്ല ഇത്. സകല നാമത്തിലും മേലായ നാമം, നമ്മളെ ഉയർത്തുന്ന നാമം, വഴി നടത്തുന്ന നാമം, ഹല്ലേലൂയ, ജീവിപ്പിക്കുന്ന നാമം, ഹല്ലേലൂയ, ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്ന നാമം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്പുറം ചെയ്യിപ്പിക്കുന്ന നാമം. ഹല്ലേലൂയ, ഈ നാമത്തെക്കാൾ വലിയൊരു നാമം ഈ ലോകത്തിലില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർലോടെയും ഭൂലോടെയും അതോടെ സകലം മുഴങ്കാലും മടങ്ങുന്ന നാമം നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കാം. ഞാൻ വീണ്ടും ഷോർട്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവമേ, പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, ഈ ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം ഐശ്വര്യമായ സമൃദ്ധിയായി അടികളെ ഒരുമിച്ച് അനുഗ്രഹിച്ചതിൽ വിവിധ രാജ്യങ്ങളിൽ, വിവിധ പട്ടണങ്ങളിൽ, ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു മനസ്സോട് ഹല്ലേലൂയ, താഴ്മയോട്, വിശ്വാസത്തോട്, വിശുദ്ധിയോട് ഹല്ലേലൂയ ഒരുമിച്ച് തിരുമേനിയെ രാത്രികാലം സ്തുതിപ്പാൻ നിന്ന വിലപ്പെട്ട ഭാഗ്യം നന്ദി കരുതി പാട്ടുപാടികൾക്കായി സ്തോത്രം. കുടുംബായും മക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവർക്കായി സ്തോത്രം. തൃപ്തിപ്പെടുത്തി മാനിക്കണം. വചനം സംസാരിച്ച ഭക്തന് പരിപൂർണമായ സൗഖ്യവും ആരോഗ്യവും കഴിവും എല്ലാം അവിടുന്ന് കൊടുക്കുന്നതുകൊണ്ട് സ്തോത്രം. വചനത്തിന്റെ വാതി തുറന്നു കൊടുത്തുവല്ലോ. ഹാലേലൂയ. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചും നടക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചും ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ എല്ലാം ശരിക്കും മനസ്സിലാകത്തക്ക നിലയിൽ വചനത്തിൽ അനേക വേദഭാഗങ്ങളിൽ കൂടെ കടന്നുപോയി പൊരുൾ തിരിച്ചു പരിശുദ്ധാത്മാ നിയോഗത്താൽ അടികളെ കേൾപ്പിച്ച ആ വിലപ്പെട്ട ആലോചനകൾക്ക് നന്ദി കഴിയിച്ചു. പ്രകാരം നടത്തുന്ന മക്കൾക്കായി സ്തോത്രം. സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. ഓരോ സെക്ഷനിലും കടന്നു വരുന്ന ക്ലാസന്മാർ ലീഡ് ചെയ്യുന്നൊരു പാട്ടുപാടുന്ന എല്ലാവർക്കായി സ്തോത്രം. ഈ രാത്രികാലം എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ദോഷവും ഒരനർത്ഥവും തുടർന്നുള്ള മരണത്തിന് അപകടങ്ങളും ആപത്തും എല്ലാം വിടുവിച്ച് കാക്കണം. അവിടുത്തെ രക്തത്തിൽ, അതിവിശുദ്ധ രക്തത്തിൽ എല്ലാവരെയും കേൾപ്പിച്ച് കാക്കണം. ഈ രാത്രി സുഖം കണ്ണുകണ്ണ രാത്രി എഴുന്നേറ്റ് പിന്നീട് പ്രാർത്ഥിക്കാനൊക്കെ അടികളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മദേശീയം കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുനഃപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയെ ആശ്വസിപ്പിച്ച് ഇവരെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും സംബന്ധിച്ച എല്ലാ മക്കളുടെ മേലും പൂർണ്ണസാല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് വന്ന കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷതയുടെ എപ്പോഴും കൃപയും സ്ഥാനത്ത് എല്ലാ മക്കളോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Praise God. Hallelujah. സംഗീതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. സ്നേഹത്താൽ ചേർപ്പവനേ, എണ്ണമില്ല നന്മകൾ നൽകുന്നവനേ. അളവില്ല സ്നേഹത്താൽ ചേർപ്പവനേ, എണ്ണമില്ല നന്മകൾ നൽകുന്നവനേ. ശോഭിതമണാള മഹിമ പ്രതാപ, സ്നേഹത്താൽ നിൻ പാദം ചേർന്നിടുമേ. ശോഭിതമണാള മഹിമ പ്രതാപ, സ്നേഹത്താൽ നിൻ പാദം ചേർന്നിടുമേ. സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ.
നടത്തും കർത്തൻ നീയല്ലോ. യാചിച്ച എന്നെ സൗഖ്യമാക്കി നീ. കരം പിടിച്ചു നടത്തും കർത്തൻ നീയല്ലോ. യാചിച്ച എന്നെ സൗഖ്യമാക്കി നീ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവനെ കണ്ണുനീർ സന്തോഷമായി മാറ്റിയല്ലോ. കുഴിയിൽ വീഴാതെന്നെ സൂക്ഷിച്ചവനെ കണ്ണുനീർ സന്തോഷമായി മാറ്റിയല്ലോ. സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. പാപങ്ങളെ ഓർക്കാതെ ചേർത്തുവല്ലോ. ശാപങ്ങളെ നീക്കി ശുദ്ധമാക്കി നീ. പാപങ്ങളെ ഓർക്കാതെ ചേർത്തുവല്ലോ. ശാപങ്ങളെ നീക്കി ശുദ്ധമാക്കി നീ. രക്ഷയുടെ സന്തോഷം തിരികെ തന്നല്ലോ. ഉണർവിനാവിയാലെന്നെ താങ്ങിയല്ലോ. രക്ഷയുടെ സന്തോഷം തിരികെ തന്നല്ലോ. ഉണർവിനാവിയാലെന്നെ താങ്ങിയല്ലോ. സങ്കേതമേ നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താൽ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ.